നമസ്കാരം. ഈ കാലാവസ്ഥാ വ്യതിയാനം പോലെ തന്നെ രാഷ്ട്രീയ രംഗത്തെ കാലാവസ്ഥയുമൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ മൂന്നാം ഘട്ടം കഴിഞ്ഞതോടുകൂടി തന്നെ മാറിയിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. രാജ്യത്ത് ആകമാനം അനുഭവപ്പെടുന്ന അന്തരീക്ഷ ചൂടും രാഷ്ട്രീയ ചൂടുമൊക്കെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. അന്തരീക്ഷത്തിലെ വ്യതിയാനം മനുഷ്യരുടെ മാത്രമല്ല മൃഗങ്ങളുടെയും ജീവിതത്തിന് ഭീഷണിയായി മാറിയിരിക്കുന്നു എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. കടുത്ത ചൂടും ചൂടുകാറ്റും സഹിക്കാവുന്നതിനപ്പുറമാകുന്നു. സമാനമായിട്ട് രാഷ്ട്രീയ കാലാവസ്ഥയിൽ വലിയ വ്യതിയാനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പല സംസ്ഥാനങ്ങളിലും രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വ്യതിയാനം വന്നിരിക്കുന്നതായി വിലയിരുത്തപ്പെടുന്നുണ്ട് കേട്ടോ. അതിനാദ്യമായി തുടക്കം കുറിച്ചുകൊണ്ട് ഹരിയാനയിലെ BJP സർക്കാരിന് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. 3 സ്വതന്ത്ര MLA-മാരാണ് അവിടെ സർക്കാരിനുള്ള പിന്തുണ ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത്. 5 സ്വതന്ത്ര MLA-മാരെ വിലയ്ക്ക് വാങ്ങിയാണ് ഹരിയാനയിൽ BJP സർക്കാർ രൂപീകരിച്ചത് എന്നാണ് ആരോപണം തന്നെ. സമാനമായിട്ടുള്ള രീതിയിൽ പല സംസ്ഥാനങ്ങളിലെ സർക്കാരുകളും ആശങ്കാജനകമായിട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറയേണ്ടി വരും. 2 മാസം മുമ്പാണ് മുൻ ഹരിയാന ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ദുഷ്യന്ത് ചൗട്ടാല നേതൃത്വം കൊടുക്കുന്ന JJP സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചത്. അവർക്ക് 90-അംഗ നിയമസഭയിൽ 10 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന സൂചന ഇതിൽ 4 അംഗങ്ങൾ BJPക്ക് പിന്തുണ നൽകുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കൂറുമാറ്റ നിയമമുള്ളതിനാൽ തന്നെ അവർ നിയമസഭാ അംഗത്വം രാജിവെച്ചാൽ മാത്രം മതി സർക്കാരിന് മുന്നോട്ട് പോകാൻ. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പരക്കെ പറയപ്പെടുന്ന ഒരു വാക്കാണ് ആയാറാം ഗയാറാം. അതിന് കാരണമായ സംസ്ഥാനം ഹരിയാനയായിരുന്നു എന്നത് യാദൃശ്ചികം മാത്രമാണ് കേട്ടോ. മുൻപും ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ. ഹരിയാനയിലെ ഹസൻപൂർ മണ്ഡലത്തിൽ നിന്ന് ജയിക്കപ്പെട്ട സ്വതന്ത്രനായ നിയമസഭാംഗമായിരുന്നു ഗയാലാൽ. 1967 സ്വതന്ത്രനായി വിജയിച്ച അദ്ദേഹം കോൺഗ്രസിൽ ചേർന്നു. രണ്ടാഴ്ചയ്ക്കുള്ളിൽ 3-ാം തവണ ഗയാറാം പാർട്ടി മാറി. കോൺഗ്രസിൽ നിന്ന് യുണൈറ്റഡ് ഫ്രണ്ടിലേക്ക് അദ്ദേഹം കൂറുമാറി. ഏറെ താമസിയാതെ കോൺഗ്രസിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഗയാലാലിനെ കോൺഗ്രസിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച റാവു ബീരേന്ദ്ര സിംഗ് ചണ്ഡീഗഡിൽ അദ്ദേഹത്തെ ഒരു പത്രസമ്മേളനത്തിൽ കൊണ്ടുവന്ന് ഗയാറാം ഇപ്പോൾ ആയാറാം എന്ന് പ്രഖ്യാപിച്ചു. ഇത് കാര്യമായിട്ടുള്ള പ്രക്ഷുബ്ധതയ്ക്ക് കാരണവുമായി. ഒടുവിൽ ഹരിയാന നിയമസഭ പിരിച്ചുവിടുകയും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയൊക്കെ ചെയ്തു. റാവു ബീരേന്ദ്ര സിംഗിൻ്റെ അന്നത്തെ ഗയാറാം ആയാറാം എന്ന പ്രയോഗമാണ് ഇപ്പോഴും കൂറുമാറ്റത്തിനൊപ്പം ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ 7 ഘട്ടങ്ങളിലെ 3 ഘട്ടം പൂർത്തിയാക്കിയപ്പോൾ വോട്ടർമാർ തിരഞ്ഞെടുപ്പിൽ കാര്യമായ താല്പര്യം കാണിക്കുന്നില്ല എന്നൊരു സൂചനയുണ്ട്. രാജ്യത്ത് ആകമാനം വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് ഇതിൻ്റെ ഒരു ലക്ഷണമാണ് കേട്ടോ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് തങ്ങൾക്ക് ഗുണകരമാകുമെന്ന് എല്ലാ മുന്നണികളും പറയുന്നുമുണ്ട്. ആർക്കാണ് ഗുണം കിട്ടുക എന്നറിയില്ല. പക്ഷേ എല്ലാ പാർട്ടികൾക്കും വോട്ടിംഗ് ശതമാനം കുറഞ്ഞതിൽ ആശങ്ക ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വോട്ടിംഗ് ശതമാനം കുറയുന്നത് ജനങ്ങളിലുണ്ടായിട്ടുള്ള നിസ്സംഗതയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഈ ജനങ്ങളിൽ വർഗീയതയുടെ തീവ്രത തിരിച്ചറിയപ്പെട്ടിരിക്കുന്നു എന്നൊരു വിഭാഗം പറയുന്നു. മതേതര ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഇന്ത്യ എന്നത് സ്വപ്നം മാത്രമായി മാറുമോ എന്ന ആശങ്ക ജനങ്ങളിലുണ്ട് എന്ന് തന്നെയാണ് അവർ പറയപ്പെടുന്നത്. അതുകൊണ്ട് മതേതര രാജ്യം നിലനിർത്തുവാൻ പ്രതിപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്നുള്ള ആവശ്യം അവർ മുന്നോട്ട് വെക്കുകയാണ്. ഇപ്പോൾ രാജ്യത്തെ തങ്ങൾ വികസനത്തിൻ്റെ പാതയിലെത്തിച്ചെന്നും അത് ഇനിയും ഏറെ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നൊക്കെയാണ് മറുവിഭാഗത്തിൻ്റെ കണ്ടെത്തലുകൾ. രാജ്യത്ത് സമാനതകളില്ലാത്ത വികസന പ്രവർത്തികളാണ് നടന്നിട്ടുള്ളത് എന്നത് യാഥാർത്ഥ്യമാണ്. അതില്ല എന്ന് പറയുന്നില്ല. വികസനത്തിനായും അഴിമതിമുക്ത രാജ്യത്തിനായിട്ടും ജയിപ്പിക്കണമെന്നാണ് BJP നേതൃത്വം കൊടുക്കുന്ന NDA മുന്നണിയുടെ ആവശ്യമെന്ന് പറയപ്പെടുന്നത്. ഇങ്ങനെ തിരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടം തീരുമ്പോഴും രാഷ്ട്രീയപരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുക എന്ന് പറയപ്പെടുന്നത് ഒരു സ്വാഭാവിക പ്രക്രിയ മാത്രമാണ്. കഴിഞ്ഞുപോയ ഘട്ടങ്ങളിലെ തിരഞ്ഞെടുപ്പുകൾ വിശകലനം ചെയ്യുന്ന പാർട്ടികൾ അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള തന്ത്രം മാറ്റുന്നത് പലപ്പോഴും അത് സ്വാഭാവിക പ്രക്രിയയായിട്ട് മാറിയിരിക്കുന്നു. 3-ാം ഘട്ട തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും എല്ലാ മുന്നണികളിലും ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നത് സ്പഷ്ടമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. പ്രചാരണ ശൈലി തന്നെ ചിലർ മാറ്റുമ്പോൾ മുദ്രാവാക്യങ്ങളിൽ പോലും മാറ്റം വരുത്തുകയാണ് മറ്റു ചിലർ. വലിയ പ്രതീക്ഷകൾ ഓരോ മുന്നണികളും വോട്ടർമാർക്ക് മുന്നിൽ വയ്ക്കുന്നുണ്ടെങ്കിൽ പോലും രാഷ്ട്രീയപരമായ എല്ലാ മുന്നണികളും ആശങ്കയിൽ തന്നെയാണെന്ന് പറയപ്പെടുന്നത്. പതിവിന് വിപരീതമായിട്ടുള്ള രാഷ്ട്രീയ കാറ്റുണ്ടെന്നാണ് നിരീക്ഷകരുടെയൊക്കെ ഒരു വിലയിരുത്തൽ. കാരണം അങ്ങനെ ഒരു സാധ്യതകൾ വരുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചരണം തുടക്കം കുറിച്ചത് മോദിയുടെ ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യം സ്വയം വിളിച്ചും അണികളെ കൊണ്ട് വിളിപ്പിച്ചുമൊക്കെയായിരുന്നു. അത് വലിയ രീതിയിൽ BJPക്കുള്ളിൽ പോലും വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മോദി ഗ്യാരണ്ടിക്ക് പുറമെ ഉയർത്തിയ മറ്റൊരു മുദ്രാവാക്യമായിരുന്നു തീസ്ര ബാർ ചാർ സൗ കാ ബാർ എന്നത്.
രണ്ട് മുദ്രാവാക്യങ്ങളും ജനങ്ങളോടുള്ള വെല്ലുവിളിയായി തന്നെയാണ് RSS കേന്ദ്ര നേതൃത്വം വിലയിരുത്തിയത്. മറ്റു പാർട്ടികളിൽ നിന്ന് വരുന്നവർക്ക് അമിത പ്രാധാന്യം കൊടുക്കുന്നതിലെ അതൃപ്തിയും അന്നേരം തന്നെ RSS വ്യക്തമാക്കുകയുണ്ടായി. മുൻപ് ഇന്ത്യ ഷൈനിങ് എന്ന പേരിൽ വ്യാപകമായിട്ടുള്ള പ്രചാരണം നടത്തുകയും തിരിച്ചടി നേരിട്ടതും ഇത്തവണ RSS ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അറിയാമല്ലോ, ഇന്ത്യ തിളങ്ങുന്നു എന്ന് പറഞ്ഞ് വാജ്പേയിയുടെ കാലം. അമിതമായ ആത്മവിശ്വാസവും ഏക കേന്ദ്രീകൃതമായിട്ടുള്ള രാഷ്ട്രീയ നീക്കവും അപകടമാണ് എന്ന വിലയിരുത്തൽ RSSൻ്റെ കേന്ദ്ര നേതൃത്വം BJP നേതൃത്വത്തെ അറിയിച്ചു എന്നുള്ളതാണ് സൂചന. അങ്ങനെ ഈ മുദ്രാവാക്യങ്ങൾ തിരിച്ചടിച്ചേക്കുമെന്ന് RSS വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രണ്ടാം ഘട്ടം കഴിഞ്ഞപ്പോൾ രണ്ട് മുദ്രാവാക്യങ്ങൾക്കും നിയന്ത്രണം ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ അതൊക്കെ നിർത്തിവെച്ചു BJP. രാജ്യത്തിൻ്റെ പഴയകാല രാഷ്ട്രീയ ചരിത്രമൊന്ന് നോക്കുന്നത് ഈ അവസരത്തിൽ പ്രസക്തമാണ് എന്നുള്ളതാണ്. ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യ സ്വഭാവമുള്ള കോൺഗ്രസ് സർക്കാരിനുള്ള എതിർപ്പ് കാരണം ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ ഈ കർഷകരും വിദ്യാർത്ഥികളും ഒക്കെ കൂടി സമരത്തിൽ ഇറങ്ങുന്ന ഒരു ഘട്ടമുണ്ടായി. അതൊരു ചരിത്രമാണ്. 352 അംഗങ്ങളുള്ള പാർലമെൻറ്റിൽ ഇന്ദിരാഗാന്ധി സർക്കാരിൻ്റെ ഏകാധിപത്യ തീർവാഴ്ചയ്ക്കെതിരെ JP രാജ്യത്താകമാനം സഞ്ചരിച്ച് പ്രക്ഷോഭം ശക്തമാക്കി. രാജ്യത്താകമാനം കത്തിക്കയറിയ സമരത്തെ നേരിടാൻ ഇന്ദിര കൊണ്ടുവന്ന അടിയന്തരാവസ്ഥയ്ക്ക് പോലും സാധിച്ചില്ല എന്നുള്ളതാണ്. അധികാരത്തിൽ നിന്ന് ഇന്ദിരയെ അന്ന് ജനതാ പ്രസ്ഥാനം പടിയിറക്കിയത് ചരിത്രമാണ്. ജനതാ സർക്കാരാണ് പിന്നീട് രാജ്യം ഭരിച്ചത് എന്നുള്ളതാണ്. രാജീവ് ഗാന്ധി മൃഗീയ ഭൂരിപക്ഷത്തിൽ പ്രധാനമന്ത്രിയായിരുന്ന സമയം കർഷകർ ഒരു സമരം നടത്തിയിരുന്നു. 1988 ഒക്ടോബറിൽ മഹേന്ദ്ര സിംഗ് ടിക്കായത്തിൻ്റെ, അതായത് ഇപ്പോഴത്തെ കർഷക സമരം നയിച്ച രാജേഷ് ടിക്കായത്തിൻ്റെ പിതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കർഷകർ ട്രാക്ടറും കാളവണ്ടിയും സൈക്കിളുമായിട്ട് ഡൽഹിയിലെ പാർലമെൻറ്റിനോട് ചേർന്ന ബോർഡ് ക്ലബ്ബ് മൈതാനിയിൽ എത്തിച്ചേരുന്നു. കർഷക വായ്പകൾ എഴുതിത്തള്ളുക, വൈദ്യുതി കടങ്ങൾ വെട്ടിക്കുറയ്ക്കുക, കരിമ്പിൻ്റെ സംഭരണ വില കൂട്ടിയതിൽ നടപടിയെടുക്കുക, കാർഷിക വില നിർണ്ണയ കമ്മീഷനിൽ കർഷക പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്നിവയൊക്കെയായിരുന്നു അന്നത്തെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത്. ഭൂപ്രഭുക്കളായ കർഷകർ, അധികാരമോഹികളായിട്ടുള്ള കർഷകർ, വിദേശ പിന്തുണയുടെ രാജ്യത്തെ കളങ്കപ്പെടുത്തുവാനുള്ള ശ്രമം, പാകിസ്ഥാൻ പിന്തുണ തുടങ്ങി ഒട്ടേറെ ആരോപണങ്ങൾ സമരം ചെയ്യുന്ന കർഷകർക്ക് നേരെ കോൺഗ്രസ് അന്ന് കൃത്യമായി പ്രയോഗിക്കുകയും ചെയ്തു. പക്ഷേ വലിയ ഭൂരിപക്ഷമുണ്ടായിട്ടും രാജീവ് ഗാന്ധിക്ക് കർഷക സമരത്തിൽ അടിതെറ്റി. 1984 കോൺഗ്രസിന് 426 സീറ്റുകളാണ് ലോക്സഭയിൽ ഉണ്ടായിരുന്നത്. തെലുങ്ക് ദേശം പാർട്ടി 30 സീറ്റുമായി രണ്ടാം സ്ഥാനത്ത്, CPM-ന് 23 സീറ്റ്. 1988 കർഷക സമരത്തിന് പിന്നാലെ നടന്ന തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ രംഗത്തിന് വലിയ മാറ്റമുണ്ടായി. കോൺഗ്രസിനും രാജീവ് ഗാന്ധിക്കും തിരിച്ചടിയേറ്റു. 89 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സീറ്റ് 195 കുറഞ്ഞു എന്നുള്ളതാണ്. ഇങ്ങനെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ വലിയ തിരിച്ചടികൾ എല്ലാ വമ്പന്മാർക്കും ഉണ്ടായിട്ടുണ്ട് എന്ന് കാണുകയും ചെയ്യാം. ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒക്കെ പരാജയപ്പെട്ട രാഷ്ട്രീയ ചരിത്രം നമുക്ക് മുന്നിലുണ്ട് എന്നത് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് എന്ന് പറയട്ടെ. കാരണം 426 സീറ്റുള്ള ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ 426 സീറ്റുണ്ടായിരുന്ന കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം 195 സീറ്റിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇന്നത്തെ 303 സീറ്റുള്ള BJP സർക്കാരിന് മൂന്നാമതൊരു ഘട്ടം കൂടി ഈ ഇന്ത്യ മഹാരാജ്യം ഭരിക്കാൻ കഴിയുമോ എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് എത്രയോ മഹാന്മാർ, മഹാരഥന്മാർ വീണ് തകർന്നു പോയ മണ്ണാണ് ഈ ഇന്ത്യ എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇവിടെ നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകളൊക്കെ ഇവിടുത്തെ ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. അത് ചെയ്തു കൂട്ടുന്നത് കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും ഇനിയല്ല അധികാരത്തിൽ വീണ്ടും കയറുമെന്ന് അഹങ്കരിക്കുന്ന BJP ആണെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ആര് വേണമെങ്കിലും ഒരു നിമിഷം കൊണ്ട് താഴെ പോകാൻ കഴിയുന്നതാണ് രാഷ്ട്രീയമെന്നുള്ളത്. അത് നമ്മുടെ ചരിത്രത്തിൻ്റെ തങ്കലിപികളിൽ എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ളതാണ്. ആ പേരുകളെന്ന് പറയപ്പെടുന്ന രാജീവ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയാണ്. അങ്ങനത്തെ മഹാരഥന്മാർ വീണുപോയ മണ്ണിൽ തന്നെയായിരിക്കും നരേന്ദ്രമോദി താങ്കളുടെയും അടിതെറ്റിയുള്ള വീഴ്ച എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇത്.